സാങ്കേതിക തകരാറിനെ തുടർന്ന് ചെന്നൈ കൊച്ചി സ്പൈസ് ജെറ്റ് വിമാനം അടിയന്തരമായി നിലത്തിറക്കി. 147 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. തകരാർ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മുഹമ്മദ് റയീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റയീസ്, വിവരങ്ങൾ. ഉന്മേഷ്, ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകേണ്ട SG2709 സ്പൈസ് ജെറ്റ് വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ടേക്ക് ഓഫിന് അല്പസമയത്തിനു ശേഷം തന്നെ നിലത്തിറക്കേണ്ട സാഹചര്യമുണ്ടായത്. ഇന്ന് രാവിലെ 6:30 വിമാനം പുറപ്പെടേണ്ടതായിരുന്നു. ശേഷം അല്പം ഡിലേ ഉണ്ടാകുമെന്ന് യാത്രക്കാരെ അറിയിച്ചു. അതിനുശേഷം വിമാനം ടേക്ക് ഓഫ് ചെയ്തു. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം തിരിച്ചിറക്കേണ്ടിയും വന്നു. സാങ്കേതിക തകരാറ് മൂലം യാത്ര മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സ്പൈസ് ജെറ്റ് അധികൃതർ ആദ്യഘട്ടത്തിൽ അറിയിച്ചത്. വിമാനത്തിൽ 147 യാത്രക്കാർ ഉൾപ്പെടെ 155 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുണ്ട്. ശേഷം അല്പസമയം മുൻപ് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇവർ നൽകിയിരിക്കുന്നത് ഇനി ഈ വിമാനം പുറപ്പെടില്ല, വിമാനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇന്ന് വൈകിട്ടും നാളെ രാവിലെയുമായി പോകുന്നവർക്ക് മറ്റു വിമാനങ്ങളിൽ സ്പൈസ് ജെറ്റിന്റെ മറ്റു വിമാനങ്ങളിൽ ടിക്കറ്റ് നൽകും, അല്ലാത്തവർക്ക് പണം തിരികെ നൽകും എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. യാത്രക്കാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുയരുന്നുണ്ട്. കാരണം ഈ സ്പൈസ് ജെറ്റ് വിമാനം വൈകുന്നതും ഒപ്പം തന്നെ ക്യാൻസൽ ചെയ്യുന്നതും ഒരു സ്ഥിര കാഴ്ചയായി മാറിയിരിക്കുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. 147 പേരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇന്ന് വൈകിട്ടും നാളെയുമായി ഇവരെ യാത്രയ്ക്കുള്ള സൗകര്യം ഒരുക്കുന്നു എന്ന് പറയുമ്പോഴും ഇവർക്ക് പ്രാഥമികമായ ഭക്ഷണമോ വെള്ളമോ ലഭിച്ചിട്ടില്ല എന്നടക്കം യാത്രക്കാർ ട്വിറ്ററിൽ എക്സിൽ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ എന്തായാലും വിമർശനം ഉയരുന്നുണ്ട്. ഇന്ന് രാവിലെ 6:30 പുറപ്പെടേണ്ട വിമാനമാണ് വൈകിയിരിക്കുന്നത്. എന്തായാലും വിമാനം ഔദ്യോഗികമായി റദ്ദ് ചെയ്തതായുള്ള അറിയിപ്പും ലഭിച്ചിരിക്കുന്നു. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.